നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00-ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന്. നാളെ മാർക്കറ്റ് അവധിയായതുകൊണ്ട് നാളത്തെ സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടി ഇന്നുണ്ടാവും. മന്ത്ലി എക്സ്പയറി നിഫ്റ്റിയും സെൻസെക്സുമാണ് ഇന്ന് എക്സ്പയറി ആവുന്നത്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ US മാർക്കറ്റിൽ എസ്പെഷ്യലി അതിശക്തമായ രീതിയിലൊരു റാലി നമുക്ക് കിട്ടി. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് അതനുസരിച്ച് ഇപ്പോൾ അത്ര പോസിറ്റീവായ രീതിയിലല്ല ട്രേഡ് നടത്തുന്നത്. ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റും നെഗറ്റീവിലാണ്, റെഡിലാണ് ട്രേഡിങ് തുടരുന്നത്. നമ്മുടെ മാർക്കറ്റിലുള്ള ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് ആദ്യം പോകാം. ആദ്യമായിട്ട് FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 2170 കോടി രൂപക്ക് ബൈ നടത്തി. നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIs ഓൾറെഡി തന്നെ ബൈ മോഡലാണ്. ഇന്നലെയും അവർ 1197 കോടി രൂപയുടെ ബൈ നടത്തി. അപ്പോൾ ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ദിവസം FIs ബയേഴ്സ് ആയിരുന്നു 10 കോടി രൂപ. ഇന്നലെയും 2170 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഇനി ഇന്നത്തെ മാർക്കറ്റിലുള്ള പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ടുമുള്ളത് ഇന്നലെ ആസ്റ്റർ, CDSL ഇവരുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു. ഇന്നും അതുപോലെ തന്നെ ഒരു ന്യൂസ് ഉണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് ഇവരുടെ തന്നെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള ക്ലവർ ഡെൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഏകദേശം ഒരു 2.25% സ്റ്റേക്ക് IDFC ബാങ്കിലെ സെല്ല് ചെയ്യും, ബ്ലോക്ക് ഡീൽ വഴി സെല്ല് ചെയ്യും എന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. BHEL കമ്പനിക്ക് അദാനി പവറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ തെർമൽ പവർ പ്ലാന്റ് ഛത്തീസ്ഗഡ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ BHELന് കിട്ടി. ആൽക്കം ലാബ് കമ്പനി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ പ്ലാന്റിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തി 10 ഒബ്സർവേഷൻസിൽ റൈസ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സൈഡസ് ലൈഫ്സും US FDA ഈ ഒരു ഇൻസ്പെക്ഷൻ നടത്തി 4 ഒബ്സർവേഷൻസ് അഹമ്മദാബാദിലുള്ളവരുടെ പ്ലാന്റിൽ US FDA അംഗങ്ങൾ റൈസ് ചെയ്തിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. അൾട്രാടെക് സിമെൻറ്റ് ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. GMR എയർപോർട്ട് കമ്പനി ഇവരുടെ പുതിയൊരു എയർപോർട്ടിലേക്ക് 394 കോടി രൂപയുടെ ഓർഡർ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയെന്നുള്ള ന്യൂസാണ് GMR എയർപോർട്ടിനെ സംബന്ധിച്ചുള്ളത്. ഈസാബ് ഇന്ത്യ കമ്പനി 24 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 5-നാണ് ഇവരുടെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ടാറ്റ എലക്സി കമ്പനി ഡ്രാഗർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇമാമി കമ്പനി ബിർളയർ സയൻസ് എന്ന കമ്പനീനെ അക്വയർ ചെയ്തു എന്നുള്ള ന്യൂസ്. SA മാർട്ട് പ്രൊമോട്ടേഴ്സ് 6% സ്റ്റേക്കാണ് SA മാർട്ടിൽ സെല്ല് ചെയ്യുന്നത്. GOCL കോർപ്പറേഷൻ കമ്പനി സ്ക്വയർ സ്പേസ് ഇൻഫയായിട്ടൊരു പുതിയ ബിസിനസ് കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള ന്യൂസ് ഉണ്ട്. IT കമ്പനിയായിട്ടുള്ള HCL ടെക് ഇവർ അറ്റ്ലസ് ക്ലൗഡ് സർവീസായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. IT കമ്പനികളുടെ Q4 റിസൾട്ടാണ് Q4 റിസൾട്ടിൽ ആദ്യമുള്ളത്. ഇൻഫി എല്ലാം തന്നെ അല്ലെങ്കിൽ TCS എല്ലാം തന്നെ ഏപ്രിൽ മിഡോട് കൂടിയിട്ട് ഇവരുടെ റിസൾട്ട് പ്രഖ്യാപനത്തിൻ്റെ ഡേറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ ബാച്ചിലുള്ളത് ഇൻഫി, TCSഉം വിപ്രോ തുടങ്ങിയ കമ്പനീസ് ആദ്യ ബാച്ചിലുണ്ട്. നിലവിൽ US നിന്ന് അസഞ്ചർ എന്ന കമ്പനി ഈ തവണത്തെ റവന്യൂ ഫോർകാസ്റ്റ് കുറവായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ വരുന്ന Q4 റിസൾട്ട് കുറച്ചേക്കാൻ കാരണമാകില്ല. കാരണം Q4 റിസൾട്ട് ഓൾറെഡി തന്നെ നടന്നു കഴിഞ്ഞു. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ മേ ബി അത് ഒരു ഓർഡർ കുറവ് ഉണ്ടായേക്കാം. ഇനി നമ്മൾ മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റി സ്പോട്ടുള്ളത് 22,100 PCR പൊതുവെ ബുള്ളിഷായ രീതിയിൽ കാണുന്നുണ്ട്. 1.1 കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം 8.97 CR ആണെങ്കിൽ പുട്ട് 9.43 CR ആയിട്ട് കാണാം. 22,000 മേജർ സപ്പോർട്ട് സോണുള്ളത്. അത് പൊട്ടുകയാണെങ്കിൽ 22,900 22,800 ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് സോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈവൻ അറ്റ് ദ മണി ആയിട്ടുള്ള 22,100 തന്നെ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസിലേക്ക് പോകുകയാണെങ്കിൽ 22,100 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. എന്നാൽ അത് പൊട്ടുകയാണെങ്കിൽ നേരെ 22,400 ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന റെസിസ്റ്റൻസ് 22,500 കാണാൻ സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം US VIX 6% ഫോൾ ഉണ്ടാക്കി 10.66 എന്ന നിലയിലാണ്. US VIX ഫോൾ ആകുന്നതിൽ നമ്മൾ അതിൽ ഒട്ടും തന്നെ സമാധാനപ്പെടേണ്ട കാര്യമില്ല. കാരണം US VIX ഒരു ദിവസം കൊണ്ട് 100% സ്പൈക്ക് ആകാനുള്ള
രീതിയിലാണ് യു എസ് വിക്സിൻ്റെ നിൽപ്പ്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് 100% യു എസ് വിക്സ് സ്പൈക്കായത്. നാസ്ഡാക്ക് ഗ്രീനിലടച്ചു. ഡോ 477 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് 1.5% മുകളിൽ ഡോ റാലി രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സ് 12.7 എന്ന നിലയിലാണ്. റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലടയ്ക്കാൻ സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റ് 3, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റ് 3 ഗ്രീനിലടയ്ക്കാൻ സാധിച്ചു. ബിറ്റ്കോയിൻ ചെറിയൊരു ഫോള് കാണിക്കുന്നുണ്ട്, 70,000 താഴെ പോയി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ റെഡാണ്. ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കാണാം 432 പോയിൻറ്റിൻ്റെ നെഗറ്റീവായ ഒരു അവസ്ഥയിലാണ് ജപ്പാൻ മാർക്കറ്റിൻ്റെ നിൽപ്പ്. കൂടാതെ തന്നെ കൊറിയ റെഡിലാണ്, ചൈന ഫ്ലാറ്റാണ്, ഓസ്ട്രേലിയ എന്ന പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് വീണ്ടും ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2100 എന്ന രീതിയിലേക്ക് ഗോൾഡ് തിരിച്ചു കയറാനായിട്ട് ശക്തമായിട്ട് ഗോൾഡ് ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ്. ഇനിയിപ്പോൾ യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രകടനം കൂടി നോക്കാം. അലയൻസ് 3.75% റാലി രേഖപ്പെടുത്തി. ഗോൾഡ്മാൻ സാക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഈ സെയിം പെർസെൻറ്റേജ് അപ്സൈഡ് ഇന്ത്യൻ മാർക്കറ്റിലും റിലയൻസ് കണ്ടു. അതുകൊണ്ട് തന്നെ ഫർദറായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്തി റിലയൻസ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ HDFC ബാങ്ക് അങ്ങനെയല്ല, 2% റാലി നടത്തിയിട്ടുണ്ട്. അത് പുതിയതായിട്ട് നടന്ന ഒരു കാര്യമാണ്. ADR എന്ന് പറയുന്ന അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സിൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം എത്തരത്തിലാണ്. ആ ഒരു പ്രകടനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെയും ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പുകളെല്ലാം തന്നെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ADR സ്റ്റോക്കുകൾ നോക്കുന്നത്. ഇൻഫോസിസും ഇപ്രോയും ഗ്രീനിൽ തന്നെ അടയ്ക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇതാണ് ഇന്നത്തെ പ്രത്യേകത. മന്ത്ലി എക്സ്പയറി, 2 ഇൻഡെക്സുകളുടെ എക്സ്പയറി, കൂടാതെ തന്നെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാന ദിവസമാണ്. സ്വാഭാവികമായിട്ടും വോളറ്റിലിറ്റി ഉണ്ടാകും. എക്സ്പെക്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൈകിട്ട് 7 മണിക്ക് നമുക്ക് ഒരു പുതിയൊരു ടോപ്പിക്ക് ആയിട്ട് എത്താം. താങ്ക് യു ആൾ.